ഹലോ ഹായ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ 1-2 സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചിട്ട് നോമ്പ് തുറയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്നാക്സ് ഉണ്ടാക്കുന്ന റെസിപ്പീസാണ് കേട്ടോ. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ കുറച്ച് എണ്ണയിൽ മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് സ്നാക്സാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും ഒരു കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് 2 ഷേപ്പിൽ ചെയ്തെടുക്കാം, ഒന്ന് റൗണ്ട് ഷേപ്പിലും ഒന്ന് സ്ക്വയർ ഷേപ്പിലും ചെയ്തെടുക്കാം. ബ്രെഡ് ആദ്യം തന്നെ സ്ക്വയർ ഷേപ്പിലായിട്ട് മുറിച്ചെടുക്കുക. ഒരു 4-5 ബ്രെഡ് ഇതുപോലെ സ്ക്വയർ പീസസിലാക്കിയിട്ട് സൈഡെല്ലാം കട്ട് ചെയ്തിട്ട്, അതായത് ആ മുരിഞ്ഞ ഭാഗമെല്ലാം കട്ട് ചെയ്തിട്ട് വലിയ ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങിയെടുത്തത് അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. നമ്മൾ നേരത്തെ അരികെല്ലാം മാറ്റി വെച്ചിട്ടില്ലേ, അരിക് പൊടിച്ചതും അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രെഡും കൂടെ പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ, പിന്നെ 2 പീസ് ചിക്കൻ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വേവിച്ച് ക്രഷ് ചെയ്തത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ 1/4 സ്പൂണോളം മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില, പിന്നെ ഒരു പകുതി സവാള, ഒരു ചെറിയ കഷ്ണം സവാള മാത്രം മതി, അത് ചെറുതാക്കി അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ വലിയ കഷ്ണങ്ങളൊന്നും കാണാനായിട്ട് പാടില്ല, അത്രയും നല്ല സോഫ്റ്റായി ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഇതേ നമ്മുടെ ബ്രെഡ് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ബ്രെഡ് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച കൂട്ടിൽ അതിൽ നിന്നൊരു ചെറിയ ബോൾ എടുത്ത് ഇത് ബ്രെഡിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ പിടിപ്പിച്ച് വെക്കുക. വേഗം തന്നെ ചെയ്തെടുക്കാവുന്നേ കേട്ടോ. ബ്രെഡിൻ്റെ അതേ അളവിൽ തന്നെ ചിക്കൻ്റെ കൂട്ട് അതേ ഷേപ്പിൽ തന്നെ, ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ അത് ചെയ്തെടുക്കുക. കണ്ടേ, ഈസിയാണ്, വളരെ വേഗം കഴിയും. കണ്ടേ, ഇതുപോലെ തന്നെ കറക്റ്റ് എല്ലാം ചെയ്തെടുക്കുക. വളരെ തിക്കായി ഒന്നും നമ്മളിത് ചെയ്തെടുക്കേണ്ട, വളരെ കനം കുറച്ച് മാത്രം നമ്മുടെ ഈ ചിക്കൻ്റെ കൂട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. കണ്ടില്ല, ഇതുപോലെ എല്ലാതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വളരെ ചെറിയ ബ്രെഡാണ് എങ്കിൽ നമുക്ക് മറ്റൊരു ഐഡിയ കൂടിയുണ്ട്, അത് ഞാൻ ലാസ്റ്റായിട്ട് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി, നല്ല എരിവ് വേണം കേട്ടോ, അതെങ്കിലാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 1/2 സ്പൂണോളം നമ്മുടെ കുത്തുമുളകില്ലേ, ചതച്ച മുളക്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മുടെ പാൻ വെച്ചിട്ട് വളരെ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കുക. 1 സ്പൂണോ 1.5 സ്പൂണോ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മുട്ടയുടെ കൂട്ടുണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിലൊന്ന് പെട്ടെന്നൊന്ന് മുക്കിയെടുക്കുക. വളരെ നേരം ഒന്നും വെക്കേണ്ട, അത് ബ്രെഡ് ഈ മുട്ട ഫുള്ളായിട്ട് വലിച്ചെടുക്കും, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് മുക്കിയെടുക്കുക. പിന്നെ നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. വളരെ വേഗത്തിൽ തന്നെ ഇത് 2 സൈഡും മൊരിഞ്ഞ് കിട്ടും. 1 മിനിറ്റിന് ശേഷം നമുക്ക് ഒന്ന് മറിച്ചിടാം, കാരണം നമ്മൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കില്ല, അത്രയും സമയം മതി 2 ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ചെയ്തെടുക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് മുട്ട കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും നമുക്ക് ഒരു തരി പോലും എണ്ണ കുടിച്ചിട്ടുണ്ടാവില്ല, അതായത് നമ്മൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കില്ല അത്രയും ഒരു എണ്ണ ഉണ്ടാവുള്ളൂ ഇതിൽ. വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നല്ല എരിവും കുറച്ച് മധുരവും എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വളരെ ചെറിയ ബ്രെഡാണ് എങ്കിൽ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് പെട്ടെന്നൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ചെറിയ പീസാണെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കുന്നു മാത്രം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും. അടുത്ത ഒരു സ്നാക്ക് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് പഴംപൊരിയൊക്കെ വളരെയധികം എണ്ണ കുടിക്കും, എന്നാൽ പഴംപൊരി വളരെ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 സ്പൂൺ ബട്ടറോ നെയ്യോ മാത്രം മതി ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമായിട്ട് നന്നായി പഴുത്ത പഴം, 2 പഴമാണ് വേണ്ടത്. അതിൽ നിന്ന് ഒരു പഴത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ഏകദേശം ഇത്ര വേണ്ടി വരും, ഒരു 1/4 ഭാഗത്തോളം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര, 1-1.5 സ്പൂൺ പഞ്ചസാര അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ 1 കപ്പ് മൈദ അതും കൂടി കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നന്നായി ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, അരയ്ക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാനത് വിട്ടുപോയതാണ്. നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കില്ലേ, ആ കൂട്ട് തന്നെയാണ്, അതേ ഒരു കൂട്ട് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള പഴം ഇതുപോലെ ചെറുതാക്കി, വളരെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുക. ഒരു പാൻ വെച്ചിട്ട് വളരെ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതാക്കി ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ പഴം മാറ്റി വെച്ചിട്ടുള്ള പഴമില്ലേ, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പഴം വളരെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടാം, എന്നാലാണ് നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ഉടഞ്ഞ് കിട്ടുള്ളൂ. ഇതിലേക്ക് ആവശ്യമായിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. 2 സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. വളരെ മധുരമുള്ള പഴമാണെങ്കിൽ 1 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി.
ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് ഉടഞ്ഞ് വരണം, പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് വരും. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് ഉടഞ്ഞു വരും. ഇനിയിപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കൂട്ടില്ലേ, അതായത് നമ്മൾ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് ഇതുപോലെ ദോശപ്പാൻ വെച്ചിട്ട് ചെറുതാക്കി ഒന്ന് പരത്തിയെടുക്കുക. കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മളിതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. വേഗം തന്നെ ഇത് നമുക്ക് ദോശപ്പാനിൽ നിന്ന് മാറ്റിയെടുക്കണം. പിന്നെ കണ്ടില്ല, ഇതുപോലെ വേഗം തന്നെ ഒന്ന് മാറ്റിയെടുക്കണം. നന്നായി കരിഞ്ഞു പോകരുത് കേട്ടോ. അടിഭാഗം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കൂട്ടില്ലേ, അതായത് പഴത്തിൻ്റെ കൂട്ട് ഇതുപോലെ ഈ ദോശയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് കറക്റ്റ് ആ ദോശപ്പാനിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, പെട്ടെന്ന് അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി, ദോശ പ്ലേറ്റിലേക്ക് മാറ്റി ഇതുപോലെ ചെയ്തെടുത്താൽ മതി. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്പൂൺ ബട്ടർ ഇതേപോലെ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ, അതാണ് ഇതിലേക്ക് ടേസ്റ്റ് കേട്ടോ. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇതുപോലെ ഒന്ന് രണ്ട് സൈഡൊന്നും മുരിച്ചെടുക്കുക കേട്ടോ. ഇത് ശരിക്കും പഴം മട എന്നൊക്കെ പറയാം, പക്ഷേ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ കോട്ടിങ്ങും അതുപോലെ തന്നെ നല്ല മധുരമുള്ള പഴവും അകത്തും അതിൽ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അണ്ടിപ്പരിപ്പും ഒക്കെ കൂടിയായിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ രണ്ട് സൈഡൊന്ന് നന്നായി ഒന്ന് മുരിച്ചെടുക്കുക. പിന്നെ ഈ പഴം എല്ലാ സൈഡിലേക്കും ഒന്ന് ആവുന്ന രീതിയിൽ നമ്മൾ ചട്ടകം വെച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. രണ്ട് ഭാഗവും ഇതുപോലെ കളറൊന്ന് മാറി വരും, അപ്പോൾ മാറ്റിയെടുക്കുക. പഴംപൊരിയൊക്കെ നല്ല ഇഷ്ടമുള്ളവരുണ്ടാവും, എന്നാൽ വളരെയധികം എണ്ണ കുടിക്കുന്നതാണ് പഴംപൊരി. അത് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അടുത്തത് വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബോളിയാണ് കേട്ടോ. ഇതിൻ്റെ മസാലയ്ക്കാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഒരു പാൻ ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. പിന്നെ വളരെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വളരെ ചെറുതായിരിക്കണം കേട്ടോ. നിങ്ങളുടെ അതൊന്ന് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടുള്ളൂ. അതും കൂടെ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അര സ്പൂൺ കുരുമുളക് പൊടി അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ചതച്ച മുളകില്ലേ, ചതച്ച മുളക് തന്നെ വേണം, അതും കൂടെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. വളരെ ചെറുതാക്കി അരിഞ്ഞ കാരണം തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ 3/4 ടേബിൾ സ്പൂണോളം നമുക്ക് ചിക്കൻ ഒന്ന് മാറ്റി വെക്കണം. ഇത്രത്തോളം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ്റെ ബാക്കിയുള്ള കൂട്ടിൽ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകരുത്. വളരെ കുറച്ച് എണ്ണയുള്ള കാരണം തന്നെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ക്യാരറ്റ്, കുഞ്ഞു കഷ്ണം ക്യാബേജ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം അതും കൂടെ നീളത്തിൽ എറിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. 2 മിനിറ്റ് അതൊന്ന് ഇളക്കിയതിന് ശേഷം അത് ആ കൂട്ടൊന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മുട്ട അതൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്കും കുറച്ച് കുത്തുമുളക് അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് മൈദ അത്രയും മതി, അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ വേവിച്ചത് മാറ്റി വെച്ചിട്ടില്ല, അതും കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 സ്പൂൺ മാത്രം പാൽ അതും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അതിൽ ചെയ്തെടുക്കണമെന്നാണ് ടേസ്റ്റ് കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ നന്നായി പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമ്മുടെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മൈദയുടെ കൂട്ടില്ലേ, മൈദയും മുട്ടയുടെയും കൂട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മാറ്റി വെച്ചുള്ള ചിക്കൻ്റെ കൂട്ടില്ല, അത് എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി, നന്നായി വെന്തിട്ടുണ്ടാവും. വെന്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒന്ന് മറിച്ചിടുക, സൈഡിലൊന്ന് മറിച്ചിടുക. 1 മിനിറ്റോളം മറുവശം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മസാലയ്ക്കാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് അങ്ങ് വയറ് നിറഞ്ഞൊന്നും പോകില്ല ഇത് കഴിച്ചാലായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് പഴം വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക്. അതുപോലെ തന്നെ വളരെ കുറച്ച് എണ്ണ മാത്രം മതി കേട്ടോ. 2 ടേബിൾ സ്പൂണോളം ഇതുപോലെ സേമിയ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 കപ്പോളം പാല് അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര 2 സ്പൂണോളം പഞ്ചസാര അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ സേമിയ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം. വെള്ളം വറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുക്കുക. സേമിയ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി, നന്നായി വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. അതൊന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മുടെ പഴം, ഒരു പഴം വലിയ ഒരു പഴം നന്നായി പഴുത്തത് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഒരു കൈപ്പൊടിയോളം തേങ്ങ അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ബ്രെഡ് ക്രംസ് ഇല്ലേ, ഇത് ഒഴിവാക്കരുത്, അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 3-4 ബ്രെഡ് അതും കൂടെ പൊടിച്ചത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഏലക്കാപ്പൊടി അതുപോലെ തന്നെ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നന്നായി കുഴച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഷേപ്പാക്കി
ഷേപ്പാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പാക്കി മാറ്റിയെടുക്കുക. റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കരുത്, കാരണം നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കണില്ല. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് റൗണ്ട് ഷേപ്പാക്കി മാറ്റിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ബട്ടർ നന്നായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഇത് ഓരോന്നായി വെച്ച് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായി ഒന്ന് രണ്ട് സൈഡ് ഒന്ന് മൊരിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യണത് വെച്ചെങ്കിൽ വളരെ ടേസ്റ്റാണ്, വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ്, പാലിൻ്റെയും പിന്നെ സേമിയ, പഴം, ബ്രെഡിൻ്റെ ഒരു ടേസ്റ്റ്, അതൊക്കെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. രണ്ട് സൈഡും ഒന്ന് നന്നായി ഒന്ന് മൊരിച്ചതിന് ശേഷം നമുക്കിത് മാറ്റിയെടുക്കാം. വളരെ കുറച്ച് നെയ്യ് മതി, നെയ്യോ ബട്ടറോ അതിൽ തന്നെ ചെയ്തെടുക്കണം, എന്നെങ്കിലാണ് ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. നല്ലൊരു മണമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അടുത്തത് ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ അടാന്ന് തന്നെ പറയാം, വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ റോള് അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വളരെ കുറച്ച് എണ്ണയിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, ഒരു വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. 4 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി അതും കൂടി ചേർത്ത് കൊടുത്താൽ മതി, ചിക്കൻ മസാല ഇല്ലെങ്കിൽ കേട്ടോ. അത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. പിന്നെ ഇതിലേക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റിനായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതും കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് വേവിച്ചത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള മസാലയാണ്. ചിക്കൻ മിക്സിയുടെ ജാറിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് നമുക്കിത് കറക്റ്റായി ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മസാല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില അത്യാവശ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കൂട്ട് റെഡി ആയിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. 1-2 സ്പൂണോളം പാൽപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായി ദോശയുടെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കില്ലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. നല്ല കട്ടിയും വേണം, അത്രയും ലൂസും വേണ്ട കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ദോശ പറ്റുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഒരു ദോശ പാൻ വെച്ചിട്ട് ഇതുപോലെ 2-3 ഒന്ന് ചെറുതാക്കി ഒന്ന് പരത്തിയെടുക്കുക. ചെറിയ ദോശകളാക്കി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. വളരെ ഒന്ന് തിക്കാവും വേണ്ട, വളരെ തിന്നാവും വേണ്ട, അതിൻ്റെ മീഡിയത്തിൽ നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ കൂട്ടിൽ അതൊരു സ്പൂണോളം ഇതിലേക്ക് 1-1.5 സ്പൂണോളം ഇതിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക. ചൂടോടെ തന്നെ അതൊന്ന് മടക്കി വെക്കുക കേട്ടോ. പെട്ടെന്ന് ഒട്ടിക്കിട്ടും, പുറത്ത് ഈ മസാലയിൽ നിന്ന് പുറത്തേക്ക് പോകാത്ത രീതിയിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റില്ല എങ്കിൽ ഈ ചെറിയ ദോശയൊക്കെ ഒന്ന് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇതുപോലെ 2 സൈഡും ഒന്ന് നന്നായി ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഇത് ഒട്ടി നിന്നോളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും കറക്റ്റായി നിന്നോളും, ഒട്ടാതിരിക്കില്ല. അതിൻ്റെ ഒരു ടെൻഷൻ വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ അത് എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 മുട്ട ഒന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. 1-2 സ്പൂൺ മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ മുട്ടയിൽ ഈ അടകൾ ഓരോന്നായി ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് 2 സൈഡ് ഒന്ന് മൊരിച്ചെടുക്കുക കേട്ടോ. ഇതും പെട്ടെന്ന് ആയി കിട്ടും. നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്ന അതേ ഒരു ടൈം മാത്രം മതി, പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. വളരെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാനായിട്ട് ചൂടോടെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എണ്ണയൊന്നും അധികം കുടിക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുള്ള സമൂസ വളരെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ എണ്ണയിലൊന്ന് പൊരിച്ചെടുത്ത് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം, വളരെ കുറച്ച് എണ്ണയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വളരെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂണോളം കുരുമുളക് പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി 1/2 സ്പൂണോളം മുളക് പൊടി അതും കൂടെ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സമൂസയാണ് പറയണത് കേട്ടോ. പിന്നെ ഇതിൽ ഇപ്പോൾ ചിക്കൻ വേവിക്കാനുള്ള നേരം ഇല്ല എങ്കിൽ നമ്മൾ പിന്നെ കുക്കറിൽ ഒന്ന് നന്നായി വേവിച്ച് ഇതിൽ ഇട്ട് കൊടുത്താലും മതി, ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോഴായിട്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഒരു സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള വളരെ ചെറുതാക്കി കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടോ. നന്നായി ഒന്നും വാടി കിട്ടേണ്ട കാര്യമില്ല. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് 1/4 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ മണമൊന്ന് മാറി വരുമ്പോൾ
ഒരു ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിക്കൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എല്ലാതുപോലും പിടിച്ച് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുക്കറിൽ ഒന്ന് ചിക്കൻ ഒന്ന് വേവിച്ച് ഫസ്റ്റ് തന്നെ എണ്ണയിൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്താൽ മതി. ഇനിയിപ്പോൾ നന്നായി ഒന്ന് ഉടച്ചെടുക്കുക, നന്നായി നല്ല സോഫ്റ്റായി ഉടച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ സമൂസ ഷീറ്റില്ലേ അതിൽ ഇതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മസാലക്കൂട്ടില്ലേ അത് പരത്തി തന്നെ കറക്റ്റ് വെച്ച് കൊടുക്കുക. എന്നെങ്കിലാണ് നമുക്ക് പാനിൽ വെച്ച് രണ്ട് സൈഡും നന്നായി ഒന്ന് മുരിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഡീപ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കാത്ത കാരണം തന്നെ ഇതുപോലെ ചെയ്തെടുത്താലായിട്ട് നമുക്ക് എണ്ണയൊന്നും അധികം കുടിക്കാതെ നമുക്കിത് കറക്റ്റായി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ക്രോസ് ചെയ്ത് മടക്കി കൊടുക്കുക. കടലിൽ ഇതുപോലെ ഒന്ന് കറക്റ്റായി ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് രണ്ട് ഭാഗവും നമുക്ക് മൊരിച്ചെടുക്കാനായിട്ട് പറ്റും. കറക്റ്റ് എല്ലാ ഭാഗവും നന്നായി ഒന്ന് മൊരിഞ്ഞ് കിട്ടും. നമുക്ക് സമൂസ കഴിക്കാൻ താല്പര്യമുണ്ട് എന്നാൽ എണ്ണ ഒട്ടും ശരീരത്തിന് പറ്റില്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തെടുത്താൽ മതി. വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോമ്പുതുറ വിഭവങ്ങൾ എനിക്കറിയുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.